തിരുവനന്തപുരം മൃഗശാലയ്ക്ക് ഇത് സന്തോഷ നിമിഷം. കാത്തിരുന്ന ആ കുഞ്ഞ് അതിഥികൾ എത്തി. ദിവസങ്ങൾക്ക് മുൻപ് പിറന്നു വീണ കുഞ്ഞു സിംഹക്കുട്ടികളെ പരിപാലിക്കുന്ന തിരക്കിലാണ് തിരുവനന്തപുരം മൃഗശാല ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും. ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞു സിംഹക്കുട്ടികൾ ഇവിടെ സുരക്ഷിതരാണ്. സദാസമയവും അവരെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ ഒപ്പമുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിലെ നൈല, ലിയോൺ എന്ന സിംഹങ്ങൾക്ക് ജനുവരി 21 ജനിച്ച സിംഹക്കുഞ്ഞുങ്ങളാണ് തിരുവനന്തപുരം മൃഗശാലയിലെ കുഞ്ഞതിഥികൾ. സിംഹക്കുഞ്ഞുങ്ങളുടെ പരിപാലനം മൃഗശാലയിലെ ആശുപത്രി ഡോക്ടറും ജീവനക്കാരും പൂർണ്ണമായി ഏറ്റെടുക്കാനുണ്ടായതിന്റെ കാരണം എന്താണെന്ന് വെറ്റിനറി ഡോക്ടർ നികേഷ് കിരൺ വ്യക്തമാക്കുന്നു. ഈ കുട്ടികളുണ്ടായി ആദ്യത്തെ ദിവസം നൈല അവർക്ക് പാൽ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിലും നെക്സ്റ്റ് ഡേ മുതൽ തന്നെ റിജക്ട് ചെയ്യാൻ തുടങ്ങി. അത് പ്രൊലാക്റ്റിൻ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് പ്രൊലാക്റ്റിൻ ഹോർമോണാണ് പാലുണ്ടാക്കുന്നതിനും ഇതിൻ്റെ മദറിങ് എബിലിറ്റി കൊടുക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഈ കാരണം കൊണ്ടായിരിക്കാൻ നൈല കുട്ടികളെ റിജക്ട് ചെയ്തു. ജനിച്ച ഉടനെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന സിംഹക്കുഞ്ഞുങ്ങളെ തിരികെ ജീവിതത്തിൽ എത്തിക്കാനായതിന്റെ സന്തോഷവും ഡോക്ടർ പങ്കുവയ്ക്കുന്നു. തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഫീമെയിൽ കബ് ഒരു ദിവസം ഹൈപ്പോഗ്ലൈസീമിയ അടിച്ച് ഓൾമോസ്റ്റ് മരണത്തിന്റെ വക്കോളം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫുൾ സ്റ്റാഫും ഞാനും ഉൾപ്പെടെ ഒരു 24 hours കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് അവർ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഭാഗ്യവശാൽ രണ്ടുപേരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു, നല്ല രീതിയിൽ പാല് കുടിക്കുന്നുണ്ട്, വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം 1,650 ആയിരുന്നു അവരുടെ ബർത്ത് വെയിറ്റ്, ഇപ്പോൾ അത് 3,200 വരെ എത്തിയിട്ടുണ്ട്. 3 മാസത്തിന് ശേഷം സ്വന്തമായി ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം എത്തുമ്പോൾ കുഞ്ഞുങ്ങളെ കൂടുകളിലേക്ക് മാറ്റാനാണ് തീരുമാനം. അതിനുശേഷമായിരിക്കും മൃഗശാലയിലേക്ക് എത്തുന്ന കാഴ്ചക്കാർക്ക് ഇവരെ കാണുവാനുള്ള അവസരം ലഭിക്കുക. ജനം, തിരുവനന്തപുരം.